വാട്സാപ്പ് എടുത്തു നോക്കുമ്പോൾ മെസ്സേജുകളൊന്നും പോകുന്നില്ല വരുന്നില്ല എന്ന് കണ്ടാൽ എന്തായിരിക്കും ചിന്തിക്കുക? ഇന്റർനെറ്റ് കട്ടായി എന്നാകും ആദ്യം കരുതുന്നത്, അല്ലേ? റഷ്യയിലെ ഏകദേശം 10 കോടി ജനങ്ങൾ ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിലാണ് ഉറക്കം എഴുന്നേറ്റത്. ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സേജിംഗ് ആപ്പുകളായ വാട്സാപ്പിനും ടെലഗ്രാമിനും റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി പൂട്ടിട്ടിരിക്കുകയാണ്. ടെലഗ്രാമിനെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വാട്സാപ്പിനെയും റഷ്യ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് വെറും ഒരു നിരോധനമല്ല, മറിച്ചൊരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ഒരു പുതിയ സൂപ്പർ ആപ്പിലേക്ക് നിർബന്ധിച്ച് മാറ്റാനുള്ള വലിയൊരു പ്ലാൻ തന്നെയാണ്. എന്താണ് റഷ്യയിൽ ശരിക്കും സംഭവിക്കുന്നത്? എന്താണ് ഈ പറയുന്ന മാക്സ് ആപ്പ്? എന്താണ് പുടിൻ സർക്കാർ ലക്ഷ്യമിടുന്നത്? പരിശോധിക്കാം. 2026 ഫെബ്രുവരി 12 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ സർക്കാർ വാട്സാപ്പ് സേവനങ്ങൾ പൂർണ്ണമായും തടയാനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. റഷ്യൻ ഗവൺമെന്റ് വക്താവ് ദിമിത്രി പെസ്കോവ് ഒരു കാര്യം സ്ഥിരീകരിച്ചു: വാട്സാപ്പിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. റഷ്യൻ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഈ നടപടിയെന്നാണ് ക്രെംലിൻ പറയുന്നത്. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ ജനതയെ സുരക്ഷിതമായ ആശയവിനിമയത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള പിന്നോട്ടുള്ള ചുവടുവയ്പ്പാണ് ഇതെന്നാണ് വാട്സാപ്പ് വക്താക്കൾ പ്രസ്താവനയിൽ പറഞ്ഞത്. കൂടാതെ ജനങ്ങളെ ഒരു ഗവൺമെന്റ് നിരീക്ഷണ ആപ്പിലേക്ക് തള്ളിക്കയറ്റാനുള്ള ശ്രമമാണിത് എന്നവർ ആരോപിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും റഷ്യയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പട്ടികയിലേക്ക് വാട്സാപ്പും ഔദ്യോഗികമായി എത്തിയിരിക്കുകയാണ്. വാട്സാപ്പിന് പുറമെ റഷ്യയിൽ ഏറ്റവും ജനപ്രിയമായ ടെലഗ്രാമിനും നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. വോയിസ് കോളുകളും വീഡിയോ കോളുകളും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തിനാണ് റഷ്യ വാട്സാപ്പ് നിരോധിക്കുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തദ്ദേശീയമായി നിർമ്മിച്ച മാക്സ് എന്ന സൂപ്പർ ആപ്പിനെ പ്രോത്സാഹിപ്പിക്കുക. ചൈനയിലെ വിചാറ്റ് പോലെ മെസ്സേജിംഗ്, ബാങ്കിംഗ്, ഗവൺമെന്റ് സേവനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന ആപ്പാണ് മാക്സ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വിദേശ ആപ്പുകളിലൂടെയുള്ള വിവര കൈമാറ്റം തടയുക എന്നതാണ്. വാട്സാപ്പ് തങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും സെക്യൂരിറ്റി റിസ്ക് ഉണ്ടെന്നുമാണ് റഷ്യയുടെ വാദം. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പുതിയ ഫോണുകളിൽ ഈ പറഞ്ഞ പുതിയ ആപ്പ് മാക്സ് സൂപ്പർ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിയമം വന്നിരുന്നു. ഇപ്പോൾ വാട്സാപ്പ് കൂടി പൂട്ടിയതോടെ ജനങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലാത്ത അവസ്ഥയായി. വാട്സാപ്പിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ റഷ്യക്കാരനായ പവൽ ദുറോവിന്റെ ടെലഗ്രാമിനും ഇപ്പോൾ അവിടെ കഷ്ടകാലമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വ്യാജ വാർത്തകൾക്കും തടയിടാൻ ടെലഗ്രാം സഹകരിക്കുന്നില്ല എന്ന് ആരോപിച്ച് റഷ്യൻ റെഗുലേറ്ററായ റോസ്കോംനാംസോൾ ടെലഗ്രാമിന് വലിയ പിഴവുകൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ പലയിടത്തും ടെലഗ്രാമിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ സ്വതന്ത്രമായ ആശയവിനിമയത്തിന് ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇവിടെയാണ് ഗൗരവകരമായ പ്രശ്നം വരുന്നത്. വാട്സാപ്പ് പറയുന്നത് റഷ്യൻ സർക്കാർ ജനങ്ങളെ മാക്സ് പോലെയുള്ള സർക്കാർ നിയന്ത്രിത ആപ്പുകളിലേക്ക് നിർബന്ധപൂർവ്വം മാറ്റുന്നത് അവരെ നിരീക്ഷിക്കാനാണ് എന്നാണ്. സ്റ്റേറ്റ് ഓൺഡ് സർവൈലൻസ് ആപ്പ് എന്നാണ് വാട്സാപ്പ് മാക്സിനെ വിശേഷിപ്പിച്ചത്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ള വിദേശ ആപ്പുകളെ പുറത്താക്കി സർക്കാരിന് ഡേറ്റ എളുപ്പത്തിൽ ലഭിക്കുന്ന ആപ്പുകൾ മാത്രം രാജ്യത്ത് നിലനിർത്താനാണ് ഈ നീക്കമെന്ന് വിമർശകർ കരുതുന്നു. റഷ്യൻ അധികൃതർ പറയുന്നത് വാട്സാപ്പ് മടങ്ങി വരണമെങ്കിൽ അവരുടെ നിയമങ്ങൾ പാലിക്കണമെന്നാണ്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത് മെറ്റ കോർപ്പറേഷൻ തയ്യാറാണെങ്കിൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോഴും മെറ്റ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനി ആയതിനാൽ ഒരു ഒത്തുതീർപ്പ് അത്ര എളുപ്പമല്ല. ഫലത്തിൽ റഷ്യ തങ്ങളുടേതായ ഒരു പരമാധികാര ഇന്റർനെറ്റ് നിർമ്മിക്കുകയാണ്. ഏതായാലും മെറ്റ തങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറല്ലാത്തതിനാൽ ഈ നിരോധനം അനിശ്ചിതകാലത്തേക്ക് നീളാൻ തന്നെയാണ് സാധ്യത. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം റഷ്യൻ ഗവൺമെന്റ് വാട്സാപ്പിന്റെ ഡൊമെയിൻ റഷ്യയിലെ നാഷണൽ DNS രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം സാധാരണ രീതിയിൽ ആർക്കും ഇനി വാട്സാപ്പ് ആക്സസ് ചെയ്യാൻ കഴിയില്ല. VPN ഉപയോഗിച്ച് പോലും ഇത് ബുദ്ധിമുട്ടാകാനുള്ള ശ്രമത്തിലാണ് റഷ്യൻ സൈബർ വിങ്ങുകൾ. ഈ നീക്കത്തിനെതിരെ റഷ്യയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സൈനിക ബ്ലോഗേഴ്സും യുവാക്കളും ടെലഗ്രാമിനെയാണ് തങ്ങളുടെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത്. റഷ്യൻ ആർമിയിലെ സൈനികർ പോലും യുദ്ധമുഖത്ത് ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് പോലും ഈ നിയന്ത്രണം വലിയ തിരിച്ചടിയാണ്. ഇതിനെതിരെ റഷ്യയിലെ ചില നഗരങ്ങളിൽ ചെറിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതായത് റഷ്യ തങ്ങളുടെ ഡിജിറ്റൽ അതിർത്തികൾ ഒന്നുകൂടി കർശനമാക്കിയിരിക്കുകയാണ്. റഷ്യക്കാർ ഇനി മുതൽ ഗവൺമെന്റ് കണ്ണിന് കീഴിലായിരിക്കും ജീവിക്കുന്നത്. ഇത് റഷ്യയിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതും മറ്റു രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.